കടുത്ത പട്ടിണിയും ഉപരോധങ്ങളും വകവയ്ക്കാതെ നോർത്ത് കൊറിയ എങ്ങനെയാണ് ലോകത്തെ വിറപ്പിക്കുന്ന ആണവശക്തിയായി മാറിയത് എന്നറിയാമോ? 1960കളിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് നോർത്ത് കൊറിയ ആണവ സാങ്കേതിക വിദ്യയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. പിന്നീട് സമാധാന ആവശ്യങ്ങൾക്കാണെന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ ആണവ കരാറിൽ ഒപ്പുവെച്ച ഇവർ അതിന്റെ മറവിൽ രഹസ്യമായി ബോംബ് നിർമ്മാണം തുടങ്ങി. എന്നാൽ ഇതറിഞ്ഞ ചൈനയും സോവിയറ്റ് യൂണിയനും ആയുധ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യ കൈമാറിയില്ല. ഒടുവിൽ ഇവർക്ക് മാരകമായ യുറേനിയം സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യ ലഭിച്ചത് പാകിസ്ഥാനിൽ നിന്നുമാണ്. പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ പിതാവായ എ.ക്യു. ഖാൻ നോർത്ത് കൊറിയയുമായി ഒരു രഹസ്യ കച്ചവടം നടത്തി. നോർത്ത് കൊറിയ മിസൈലുകൾ നൽകിയപ്പോൾ പകരം പാകിസ്ഥാൻ അവർക്ക് ബോംബ് ഉണ്ടാക്കാനുള്ള ബ്ലൂ പ്രിന്റുകൾ കൈമാറി. അങ്ങനെ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് 2006 നോർത്ത് കൊറിയ തങ്ങളുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി. ഇന്ന് അമേരിക്കയെ വരെ ചാരമാക്കാൻ ശേഷിയുള്ള അണുവായുധങ്ങൾ ഈ ചെറിയ രാജ്യത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ലോകരാജ്യങ്ങൾ നോർത്ത് കൊറിയയെ തൊടാൻ ഭയപ്പെടുന്നത്.